രാഷ്ട്രീയത്തിലെ തന്ത്രശാലിയായ നേതാവ് പി.സി. ജോർജും ബി.ജെ.പി. നേതൃത്വവും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പുതിയ തലങ്ങളിലേക്ക് നീങ്ങുകയാണ്. വർഷങ്ങളായി തന്റെ കോട്ടയായി കാത്തുസൂക്ഷിച്ച പൂഞ്ഞാർ മണ്ഡലത്തിൽ ഇത്തവണ മത്സരിക്കാൻ സീറ്റ് ലഭിക്കില്ലെന്ന സൂചനകൾ ശക്തമായതോടെ ജോർജ് കടുത്ത അതൃപ്തിയിലാണ്. മുന്നണി മര്യാദകളും സാമുദായിക സമവാക്യങ്ങളും ചൂണ്ടിക്കാട്ടി തന്നെ തടയാനുള്ള ബി.ജെ.പി. നീക്കത്തെ അത്ര എളുപ്പത്തിൽ വിട്ടുകൊടുക്കാൻ അദ്ദേഹം തയ്യാറല്ല. പകരമായി ദേശീയ രാഷ്ട്രീയത്തിൽ മാന്യമായ ഒരു പദവി ഉറപ്പാക്കാനുള്ള നീക്കത്തിലാണ് അദ്ദേഹം ഇപ്പോൾ. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർപേഴ്സൺ സ്ഥാനം തനിക്ക് നൽകണമെന്ന കടുത്ത ഉപാധിയാണ് അദ്ദേഹം കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ വെച്ചിരിക്കുന്നത്. ഈ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ പാർട്ടി വിലക്ക് ലംഘിച്ച് പൂഞ്ഞാറിൽ സ്വതന്ത്രനായിട്ടെങ്കിലും ജനവിധി തേടുമെന്ന ഭീഷണി ജോർജ് ഉയർത്തുന്നുണ്ട്. ഇതിന്റെ മുന്നോടിയായി തന്റെ പഴയ അനുയായികളുടെയും ജനപക്ഷ നേതാക്കളുടെയും അടിയന്തര യോഗം വിളിച്ച് ശക്തിപ്രകടനം നടത്താനും അദ്ദേഹം തയ്യാറെടുക്കുകയാണ്. പൂഞ്ഞാറിൽ പി.സി. ജോർജിനെ വീണ്ടും മത്സരിപ്പിക്കാൻ ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തിന് വലിയ താല്പര്യമില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം. എന്നാൽ താൻ തന്നെയാകും സ്ഥാനാർത്ഥിയെന്ന് നേരത്തെ പരസ്യമായി പ്രഖ്യാപിച്ച് നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. ഈ സമ്മർദ്ദ തന്ത്രങ്ങളെ മറികടക്കാനാണ് ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെ തന്നെ രംഗത്തിറക്കാൻ തീരുമാനിച്ചത്. ജോർജ് കുര്യനെ പോലൊരു പ്രമുഖ നേതാവ് തൊട്ടടുത്ത മണ്ഡലമായ കാഞ്ഞിരപ്പള്ളിയിൽ എത്തുന്നതോടെ പൂഞ്ഞാറിലെ രാഷ്ട്രീയ ചിത്രം പൂർണ്ണമായും മാറിമറിഞ്ഞു. കാഞ്ഞിരപ്പള്ളിയിൽ ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥി വരുമ്പോൾ സാമുദായിക സന്തുലിതാവസ്ഥ നിലനിർത്താനായി പൂഞ്ഞാറിൽ ഹിന്ദു നായർ വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കണമെന്ന നിലപാടാണ് ബി.ജെ.പി. ഉന്നയിക്കുന്നത്. ഇത് ജോർജിന്റെ സാധ്യതകളെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നു. നിലവിൽ ബി.ഡി.ജെ.എസിന്റെ പക്കലുള്ള സീറ്റാണ് പൂഞ്ഞാർ. എന്നാൽ ബി.ജെ.പി. ആവശ്യപ്പെട്ടാൽ സീറ്റ് വിട്ടു നൽകാൻ അവർ തയ്യാറാണെന്നും അറിയിച്ചിട്ടുണ്ട്. ഈ സാഹചര്യം മുതലെടുത്ത് പൂഞ്ഞാറിൽ താനും പാലായിൽ മകൻ ഷോൺ ജോർജ് മത്സരിക്കണം എന്നായിരുന്നു പി.സി. ജോർജിന്റെ കണക്കുകൂട്ടൽ. പാലായിൽ ഷോൺ ജോർജിന് ഏറെക്കുറെ പച്ചക്കൊടി ലഭിച്ച മട്ടാണെങ്കിലും ഒരേ കുടുംബത്തിൽ നിന്ന് അച്ഛനും മകനും സീറ്റ് നൽകുന്നതിനോട് ബി.ജെ.പിക്കുള്ളിലെ ഒരു വലിയ വിഭാഗത്തിന് കടുത്ത വിയോജിപ്പുണ്ട്. ഇതിനിടയിലാണ് കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ, പാല എന്നീ തൊട്ടടുത്ത മണ്ഡലങ്ങളിൽ 3 ക്രൈസ്തവ സ്ഥാനാർത്ഥികൾ വരുന്നത് പാർട്ടിയുടെ വോട്ട് ബാങ്കിനെ ബാധിക്കുമെന്ന വിലയിരുത്തലിൽ കേന്ദ്ര നേതൃത്വം എത്തുന്നത്. ഈ പ്രതിസന്ധി മറികടക്കാനാണ് ജോർജിനെ പൂഞ്ഞാറിൽ നിന്ന് മാറ്റി നിർത്താൻ പാർട്ടി ആലോചിക്കുന്നത്. മത്സരിക്കാനില്ലെങ്കിൽ തന്നെ പരിഗണിക്കേണ്ട പദവിയെക്കുറിച്ച് ജോർജിന് വ്യക്തമായ ധാരണയുണ്ട്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർപേഴ്സൺ സ്ഥാനം ലഭിക്കുകയാണെങ്കിൽ മത്സരരംഗത്ത് നിന്ന് പിന്മാറാൻ അദ്ദേഹം സന്നദ്ധനായേക്കും. എന്നാൽ ഇത് സംബന്ധിച്ച് ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം ഇതുവരെ ഉറപ്പൊന്നും നൽകിയിട്ടില്ല. അതേസമയം പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിലെ ഭരണവും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മികച്ച പ്രകടനവും കണക്കിലെടുത്ത് മണ്ഡലത്തിൽ ബി.ജെ.പിക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ജോർജിനെ പിണക്കി ഈ വോട്ടുകൾ നഷ്ടപ്പെടുത്താൻ പാർട്ടി ആഗ്രഹിക്കുന്നില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ഏകപക്ഷീയമായ നിലപാടുകൾ നേതൃത്വത്തെ ചോടിപ്പിക്കുന്നുണ്ട്. തന്നെ അവഗണിച്ചാൽ പഴയ ജനപക്ഷം പാർട്ടിയെ പുനരുജ്ജീവിപ്പിച്ച് സ്വന്തം നിലയ്ക്ക് പോരാടാനാണ് ജോർജിന്റെ പദ്ധതിയെന്ന് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. കേരളത്തിലെ എൻ.ഡി.എ മുന്നണികൾക്കുള്ളിൽ സീറ്റ് വിഭജന ചർച്ചകൾ പുരോഗമിക്കവേ പി.സി. ജോർജിന്റെ ഈ പുതിയ നീക്കം മുന്നണിയെ വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിടുന്നത്.